ജീവിതത്തിലെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അടിയന്തരമായ ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി നാം ദൈവത്തോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. നാം അഭ്യർത്ഥിക്കുന്ന എല്ലാ കൃപകളും നേടിയെടുക്കുവാൻ പ്രാർത്ഥന മുഴുവനും വിശ്വാസത്തോടു കൂടിയും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, കർത്താവിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരത്ഭുതം നിങ്ങളിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. കാരണം അവൻ, പരിശുദ്ധ അമ്മ, നിങ്ങളെ കേൾക്കും, നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥനകളും അഭിപ്രായങ്ങളും ആമേനും ലൈക്കും ഇടാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിക്കാനും മറക്കരുത്. സ്വർഗസ്ഥനായ പിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥനയോടെ അങ്ങയുടെ അടുക്കൽ വരുന്നു. എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. കർത്താവേ, ഈ നിമിഷം ഞാൻ എന്റെ ജീവിതത്തിൽ അടിയന്തരമായ ഒരത്ഭുതത്തിനായി അങ്ങയുടെ അടുക്കൽ വരുന്നു. എന്റെ ജീവിതത്തിൽ യേശുവിന്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം. എന്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇടപെടൽ എനിക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയാം. മുന്നോട്ടു പോകുന്നതിന് എനിക്ക് വളരെ ആവശ്യമുള്ള ഒരത്ഭുതം, ഒരിടപെടൽ എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ എല്ലാത്തിനും ഉപരിയായി അങ്ങ് ഇതുവരെ എനിക്കായി ചെയ്ത എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ ആരോഗ്യത്തിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എല്ലാ ദിവസവും എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിൽ തുറന്നിട്ട എല്ലാ വാതിലുകൾക്കും തടസ്സങ്ങളെ മറികടക്കാൻ അങ്ങ് എന്നെ സഹായിച്ച എല്ലാ സമയങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഈ വിഷമകരമായ സാഹചര്യത്തെ നേരിടുവാൻ എനിക്ക് ശക്തി നൽകണമെന്നും, എല്ലാം അസാധ്യമാണെന്ന് തോന്നുമ്പോഴും എനിക്ക് അങ്ങിൽ വിശ്വസിക്കാൻ കഴിയണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും അങ്ങിൽ എല്ലാം സാധ്യമാണെന്നും അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഇപ്പോൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകി അങ്ങ് അവരോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ കഴിയണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങളെ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നയിക്കട്ടെ. ആവശ്യമുള്ളവർക്ക് പ്രത്യാശയും സമാധാനവും നൽകുന്ന അങ്ങയുടെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ ദൈവമേ, ഞങ്ങളുടെ സംരക്ഷകയായ പരിശുദ്ധ അമ്മേ, എന്റെ ജീവിതത്തിലും അങ്ങേ ആവശ്യമുള്ളവരുടെ ജീവിതത്തിലും അങ്ങയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലായ്പ്പോഴും എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, എന്റെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ അങ്ങയുടെ ജ്ഞാനവും വിവേചനാധികാരവും തുടർന്ന് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഇഷ്ടം അനുസരിക്കുന്നതിനും എപ്പോഴും അമ്മയുടെ കൺമുമ്പിൽ ശരിയായത് ചെയ്യുന്നതിനും എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് സ്ഥാപിച്ച അത്ഭുതകരമായ ആളുകൾക്ക് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ സ്നേഹത്തിന്റെയും പിന്തുണയുടെയും ഉറവിടങ്ങളായ എന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും നയിക്കുകയും സംരക്ഷിക്കുകയും സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. എല്ലാറ്റിനുമുപരിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ഭുതം പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് എനിക്കറിയാം. എല്ലായ്പ്പോഴും എന്നെ താങ്ങുവാൻ അങ്ങയുടെ കൃപ മതിയെന്നറിഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പ്രിയ പരിശുദ്ധ അമ്മേ, എന്റെ ജീവിതത്തിൽ അമ്മയുടെ സഹായവും മാർഗനിർദ്ദേശവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥന തുടരുന്നു.